നമസ്കാരം. നമ്മുടെ ഈ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കുന്നത് മൂലം കുടുംബത്തിൽ വളരെ വലിയ അരക്ഷിതാവസ്ഥകൾ ഉണ്ടാവുകയും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വിട്ടുമാറാതെ അസുഖങ്ങൾ അതുപോലെ തുടർച്ചയായിട്ട് ബന്ധുജനങ്ങളുടെ മരണങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മരണം സംഭവിച്ച നക്ഷത്രത്തിലോ തിഥിയിലോ ദിവസത്തിലോ അല്ലെങ്കിൽ മരിച്ച സമയത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ കൃത്യമായിട്ടും 41 ദിവസത്തിന് മുമ്പ് തന്നെ ഒരു ജ്യോതിഷനെ കണ്ട് ആ മരിച്ച ദിവസം കൃത്യമായിട്ടും പരിശോധിച്ച് അതില് വസുപഞ്ചക പിണ്ടനൂല് ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന്, മരിച്ച നാളിനോ അല്ലെങ്കിൽ ദിവസത്തിനോ ഒക്കെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്ന് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ കൃത്യമായ വിധിയിൽ തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രാധാന്യം വരുന്നതാണ് വസുപഞ്ചക ദോഷം. വസുപഞ്ചക ദോഷം ഉണ്ടായാല് 1 മുതൽ 5 മരണം വരെ ആ കുടുംബത്തില് വീണ്ടും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് വിധിയാവണ്ണമുള്ള പ്രതിവിധികൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത്തരം ദുരിതങ്ങൾ വിട്ടുമാറുന്നതാണ്. അത് കൃത്യമായിട്ട് 41 ദിവസ കാലയളവിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് ആത്മാവിന്റെ അവസ്ഥ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ആത്മാവിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ മരണപ്പെട്ട സാഹചര്യമാണ് അതിൽ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ. ദുർമരണം പെടുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ കാലത്തിൽ മരണപ്പെടുക എന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെയുള്ള മരണങ്ങള്, അതുപോലെ തന്നെ മരിച്ച ദിവസത്തിന്റെ പ്രാധാന്യങ്ങള്, അതുപോലെ ഈ വ്യക്തിയുടെ ജീവിത കാലയളവിൽ ചെയ്ത പ്രവർത്തികള്, ഇതൊക്കെ മരിച്ചതിന് ശേഷം ഒരു ആത്മാവിന് മോക്ഷം ലഭിക്കുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ ആ ആത്മാവ് ഒരു രാശിചക്രം പൂർത്തിയാകുവാനായിട്ട് 360 ദിവസങ്ങളാണ് എടുക്കുന്നത്. ഈ 360 ദിവസ കാലയളവിൽ നമ്മൾ മരിച്ച നാളിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള പ്രതിവിധികൾ ചെയ്യാൻ വിധിയുള്ളൂ. എന്നാൽ ആത്മാവിന്റെ മോക്ഷകർമ്മങ്ങൾ 360 ദിവസത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആത്മാവ് 360 ദിവസം കഴിയുമ്പോൾ സാധാരണ നിലയിൽ മരിച്ച ഒരു മരണമാണെങ്കിൽ അത് മോക്ഷത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദുർമരണങ്ങളോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊക്കെയാണ് നടക്കുന്നത് എങ്കിൽ ആത്മാവിന് മോക്ഷം ലഭിക്കാതെ അത് പൈശാചിക അവസ്ഥയിലേക്ക് മാറുകയും അത് കുടുംബ ജനങ്ങൾക്കിടയിൽ തലമുറകൾ തന്നെ ദോഷങ്ങളായിട്ട് ഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എന്തെങ്കിലും ദുരിതങ്ങളായിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു ജ്യോതിഷനെയൊക്കെ കാണുമ്പോൾ അവിടെ ഗുളികൻ ബാധാസ്ഥാനത്താണ് നിൽക്കുന്നതെന്നും കുടുംബത്തിൽ ഇതേപോലെ മരണങ്ങൾ സംഭവിച്ചോ എന്നൊക്കെ ജ്യോതിഷം നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മരണങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ദുർമരണങ്ങളൊക്കെയാണ് കുടുംബത്തിൽ ഉണ്ടാവുന്നതെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് മാവിന്റെ അവസ്ഥ എന്തെന്നുള്ളത് കൃത്യമായിട്ടും പരിശോധിച്ച് അതിന് വേണ്ടുന്ന മോക്ഷകർമ്മങ്ങൾ ചെയ്യാം. മോക്ഷകർമ്മങ്ങൾ എന്ന് പറയുമ്പോഴേക്കും പിതൃശുദ്ധി ക്രിയകളാണ് ചെയ്യേണ്ടത്. പിതൃനെ ശുദ്ധി വരുത്തി മോക്ഷം കൊടുക്കുന്ന ക്രിയകളാണ്. അതിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ചടങ്ങുകൾ മഹാസുദർശന ഹവന മധ്യത്തില് ഈ ആത്മാവിനെ ആവാഹിച്ച് തിലഹവനാദികൾ ചെയ്ത് പിതൃശുദ്ധി വരുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും സുഹൃതക്ഷയങ്ങൾ മൂലമാണ് മരണമോ അല്ലെങ്കിൽ ആത്മാവിന് മോക്ഷമോ ലഭിക്കാത്തത് എന്ന് പ്രശ്നവിധിയിൽ വന്നാല് സുഹൃത സായുജാതി കർമ്മങ്ങൾ ചെയ്ത് അതിനെ കൃത്യമായിട്ടും ഒരു വിഷ്ണു ക്ഷേത്രത്തില് പറയപ്പെടുന്നുണ്ട്. വല്ലമില്ലം നെല്ലി എന്നാണ് പ്രധാനമായിട്ട് പറയുന്നതെങ്കിലും കടൽ തീരത്ത് അല്ലെങ്കിൽ ജലാശയ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പിതൃമോക്ഷം കൊടുക്കുന്നതിന് തന്ത്രവിധി പ്രകാരം പ്രാതിനിധ്യം കൊടുത്ത് പ്രതിഷ്ഠ കഴിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്ക് ആത്മാവിനെ മോക്ഷത്തിനായിട്ട് ആ ക്ഷേത്രത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മോക്ഷം ലഭിക്കുന്നത് മൂലം നമ്മുടെ തലമുറകൾക്ക് തന്നെ അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ അത് സാധാരണ നിലയിൽ മരിക്കുന്ന എല്ലാവർക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരികയില്ല. എന്നാൽ ദുർമരണം, ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സാഹചര്യങ്ങളിലൂടെയൊക്കെ മരണപ്പെടുകയാണെങ്കിൽ അത് ബാധാ ഉപദ്രവങ്ങളായിട്ട് ചില പ്രശ്നങ്ങൾ നിൽക്കാം. ബാധാ ഉപദ്രവങ്ങളായില്ലെങ്കിലും കുടുംബത്ത് വളരെ വലിയ ദുരിതങ്ങൾ ഉണ്ടാവാം. അതുപോലെ സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകാം. 3-4 തലമുറകൾ വരെ ഇതിന്റെ ദുരിതങ്ങൾ വന്ന് ഭവിക്കാം. അതുപോലെ മറ്റൊരു പ്രധാന വിഷയമാണ് ചില കുടുംബങ്ങളില് തുടർച്ചയായ മരണങ്ങൾ ഉണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ കാണുവാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നൊരു കുടുംബം വരികയുണ്ടായി. ഈ കുടുംബത്തില് 40 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള പ്രായത്തില്
ആ കുടുംബത്തിലെ അംഗങ്ങളിൽ ചില ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. അത് ചില തലമുറകളിലായിട്ട് തന്നെ ഇപ്രകാരം മരണങ്ങൾ സംഭവിക്കുന്നതായിട്ട് അവർ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഓരോ മരണം സംഭവിക്കുമ്പോഴും അവർ പോയി ഓരോ ജ്യോത്സ്യനെ കണ്ട് അതിന്റെ കാര്യകാരണങ്ങളൊക്കെ നോക്കി ആ മരണത്തിന് ആ ആത്മാവിന് വേണ്ടുന്ന മോശകർമ്മങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സാഹിത്യ കർമ്മങ്ങളെല്ലാം വേണ്ട വിധാനമൊക്കെ കൊടുത്തിട്ടും പിന്നീടും അവിടെ ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു കുടുംബത്തില് മരണങ്ങൾ സംഭവിച്ചാൽ മൂല കാരണമായ ഒരു വിഷയമുണ്ടാകും. അത് എന്തെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലെ മുൻകാലങ്ങളിൽ നിന്നിരുന്ന ഏതെങ്കിലും ആരാധനക്രമങ്ങളിൽ വന്ന ലോപങ്ങളോ അതുപോലെ തന്നെ പലതരത്തിലുള്ള കാരണങ്ങളായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആ കാരണത്തിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ പൂർണ്ണമാകുകയുള്ളൂ. മരിച്ച ആത്മാക്കളെ മോക്ഷം കൊടുത്തു എന്ന് കൊണ്ട് മാത്രം ആ ദുരിതങ്ങൾ അവിടെ തീരുന്നില്ലെന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ആ കുടുംബവുമായി ബന്ധപ്പെട്ട പൂർവികമായ കുറച്ച് വിഷയങ്ങൾ പരിശോധിച്ചപ്പോൾ തെളിഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു ആ കുടുംബത്തില് അത്തരത്തിലുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ മരണസംബന്ധമായ ദുരിതങ്ങൾ ഉണ്ടാകുവാനായിട്ട് കാരണം. ആ വിഷയത്തിന് കൃത്യമായ പ്രതിവിധി കണ്ടെത്തുന്നതിലൂടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ പിതൃശുദ്ധി ക്രിയകളെ പറ്റി ഞാൻ മുൻപ് പറയുകയുണ്ടായി. പിതൃശുദ്ധി ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു ആത്മാവിനെ ആവാഹിക്കുവാൻ വേണ്ടിയിട്ടാണോ പിതൃശുദ്ധി കർമ്മങ്ങൾ അല്ലെങ്കിൽ സുദർശന ഹവനത്തിൽ ആവാഹന പ്രക്രിയകൾ നടത്തുന്നത്, ഈ ആവാഹന ക്രിയകൾ നടക്കുമ്പോൾ ആ കുടുംബത്തില് നാളിതുവരെ മരിച്ച ആത്മാക്കളുടെ സാന്നിധ്യം, അജ്ഞാതാജ്ഞാതമായിട്ടുള്ള സാന്നിധ്യങ്ങള്, സ്ത്രീബന്ധമായി നിൽക്കുന്ന സാന്നിധ്യങ്ങള്, പുരുഷബന്ധമായി നിൽക്കുന്ന സാന്നിധ്യങ്ങള്, മരണപ്പെട്ട ദുർമരണങ്ങള്, അതുപോലെ തന്നെ എല്ലാ ആത്മാക്കളുടെയും സാന്നിധ്യം പൂർണ്ണമായിട്ട് നമുക്ക് ആവാഹിച്ചു മാറ്റാം. ഇത് പറയാൻ കാര്യം, ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടില് പിതൃശുദ്ധി ക്രിയകൾ നടത്തുന്ന സമയത്ത് മഹാസുദർശന ഹവനം മധ്യത്തില് ആവാഹന കർമ്മങ്ങൾ ആരംഭിച്ചതാണ്. അപ്പോൾ അവരിവിടെ പ്രശ്നം നോക്കുവാനായിട്ട് വന്നപ്പോൾ കുടുംബത്തിലെ പിതൃദോഷങ്ങളെ പറ്റി പരിശോധിച്ചപ്പോൾ ജലാശയത്തിൽ വീണ് മരിച്ച ഒരു ആത്മാവിന്റെ സാന്നിധ്യത്തെ പറ്റി ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ഇവിടെ വന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലായിരുന്നു. പിന്നീട് അവിടെ ആവാഹനത്തിന് ചെന്ന സമയത്ത് ആവാഹന പ്രക്രിയ നടക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ ബന്ധുജനങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ആവാഹന പ്രക്രിയ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ആ ആത്മാവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിലെ മുൻകാലഘട്ടത്തിൽ മരണപ്പെട്ട, അതും ഗർഭിണിയായ ഇരിക്കുന്ന സമയത്ത് ജലത്തിൽ വീണ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ആത്മാവിന്റെ സാന്നിധ്യമാണെന്നും അവര് മരിച്ച കാലയളവും എല്ലാം പറയുകയുണ്ടായി. വളരെ രസകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാല് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും ഇളയ അനുജത്തി ഏകദേശം ഒരു 70 വയസ്സുള്ള ഒരു അമ്മയായിരുന്നു. ആ അമ്മ ആ സംഭവം ഓർത്തെടുക്കുകയും അത്തരത്തിലൊരു വ്യക്തി മരണപ്പെട്ടു എന്നുള്ള വസ്തുത അവിടെ പറയുകയുണ്ടായി. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തില് പിതൃദോഷങ്ങൾ എന്ന് പറയുന്നത് 3-4 തലമുറകൾക്ക് മുൻപ് മരണം സംഭവിച്ച ആത്മാക്കളുടെ വരെ മോക്ഷം കിട്ടാത്ത ആത്മാക്കളുടെ സാന്നിധ്യം ദോഷമായിട്ട് തന്നെ ഒരു കുടുംബത്തിൽ നിലനിൽക്കുമെന്നുള്ള വസ്തുതയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ മരണപ്പെട്ട സമയവും ആ സാഹചര്യങ്ങളും ആ അന്നത്തെ ആ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളും എല്ലാം വിശദമായിട്ട് ആ ആത്മാവ് പ്രവേശിച്ച ശരീരം അതൊരു പെൺകുട്ടിയുടെ ശരീരമായിരുന്നു. ആ പെൺകുട്ടിയുടെ മുത്തശ്ശിയുടെ സഹോദരിയുടെ ആത്മാവിന്റെ സാന്നിധ്യമാണ് അവിടെ കണ്ടത്. അങ്ങനെ ആ ആത്മാവിനെ നമ്മൾ അവിടെ ആവാഹനത്തിലൂടെ പൂർണ്ണമായിട്ടും ആവാഹിച്ച് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഞാന് കൊല്ലം ജില്ലയുടെ തന്നെ ഒരു അതിർത്തി ഗ്രാമത്തില് ഒരു ക്ഷേത്രത്തിന്റെ താന്ത്രിക ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ നടക്കുന്ന സമയം, ഈ ദേവപ്രശ്ന പരിഹാര ക്രിയ നടക്കുമ്പോൾ
ആവാഹന കർമ്മങ്ങൾ നടക്കുകയാണ്. ആവാഹന കർമ്മത്തില് ആത്മാക്കളെയൊക്കെ നമ്മൾ ആവാഹിച്ച് എടുക്കുമ്പോൾ ഒരു ആത്മാവിന്റെ സാന്നിധ്യം അവിടെ വളരെ പ്രകടമായി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ ആത്മാവിന്റെ സാന്നിധ്യവും ആ ആത്മാവിന്റെ ഏകദേശമായ ഒരു രൂപ സാദൃശ്യവും കൃത്യമായിട്ടും ആവാഹന സമയത്ത് അവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളോട് പറഞ്ഞപ്പോൾ ആ ആത്മാവ് മരണപ്പെടുവാനായി ഉണ്ടായ സാഹചര്യവും കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരാള് അത് ഓർത്തെടുക്കുകയും ആ വ്യക്തിയുടെ അമ്മയുടെ സഹോദരി, അവര് കിണറ്റിൽ വീണാണ് മരിക്കുന്നത്. ഈ ആത്മാവ് ജലമൃതിയാണ്. അപ്പം കിണറ്റിൽ വീണ് മരണപ്പെട്ടു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ജലത്തിൽ വീണ് മരിച്ച ആത്മാവ്, എന്നാൽ ഒരുപാട് പ്രായം ചെന്നൊരു സ്ത്രീ അല്ല, ഒരു സ്ത്രീയാണ്, അവര് ഒരുപാട് പ്രായം ചെന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഒരാളത് ഓർത്തെടുക്കുകയും ആ വ്യക്തിയുടെ അമ്മയുടെ അനുജത്തി അപ്രകാരം മരണപ്പെട്ടു എന്നും അവർ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന ഭൂമിയുടെ സമീപത്ത് താമസിച്ചിരുന്നവരാണെന്നും ആ ക്ഷേത്രത്തിന് ഏകദേശം തൊട്ട് അടുത്ത് തന്നെയുള്ള ഒരു കിണറ്റിലാണ് വീണതെന്നും പിൽക്കാലത്ത് ആ കിണർ മൂടപ്പെട്ടിരുന്നു എന്നും അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ആ ആത്മാവിന്റെ സാന്നിധ്യം നമ്മൾ പിന്നീട് അവിടുന്ന് ആവാഹിച്ച് മാറ്റുകയുണ്ടായി. അപ്പോൾ ഈ ആവാഹന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ക്ഷേത്രത്തില് ആവാഹന കർമ്മങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികളും അതുപോലെ ക്ഷേത്ര കുടുംബ അംഗങ്ങളും ക്ഷേത്ര ഊരാഴ്മയുള്ള വ്യക്തികളും ക്ഷേത്ര നിവാസികളും ക്ഷേത്രത്തിന് പരിസരത്തായി താമസിച്ചിട്ടുള്ള അല്ലെങ്കിൽ താമസിക്കുന്ന നിവാസികളായിട്ടുള്ള വ്യക്തികളുടെയും ആത്മാക്കളുടെ സാന്നിധ്യം ഇത്തരത്തിലുള്ള ആവാഹന കർമ്മങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അവിടെ പൂർണ്ണമായിട്ടും ജ്ഞാതാജ്ഞാതം എന്ന് പറയുന്ന ആവാഹനത്തിന്റെ പര്യവസാനത്തിൽ ചെയ്യുന്ന ആവാഹന ക്രിയയാണ് ജ്ഞാതാജ്ഞാത ആത്മാക്കളെ, പിതൃക്കളെ ആവാഹിക്കാന്നുള്ളത്. ആ ജ്ഞാതാജ്ഞാതത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളോട് കർമ്മങ്ങൾ തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ജ്യോതിഷ ചാർത്തിലോ പറയപ്പെടുന്ന ആത്മാക്കളെ എല്ലാം പൂർണ്ണമായിട്ട് ആവാഹിച്ചതിന് ശേഷമാണ് അജ്ഞാതമായ ഏതെങ്കിലും പിതൃസാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അജ്ഞാതമായ സാന്നിധ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജ്ഞാതാജ്ഞാതമായിട്ട് ആവാഹിക്കുന്നത്. ഈ വേളയിലാണ് ഇത്തരത്തില് കണ്ടുപിടിക്കപ്പെടാത്ത ആത്മാക്കളുടെ സാന്നിധ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതും അത് ആവാഹിച്ച് മാറ്റുവാനായിട്ട് സാധിക്കുന്നതും. അത് ആവാഹന കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി ബോധ്യമാവുകയും അവിടെ ഇരിക്കുന്ന ആ ഭക്തജനങ്ങളോട് ഈ വിഷയം നമ്മൾ പറയുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നാട്ടില് ജനിക്കുകയോ ജീവിക്കുകയോ ആ നാട്ടിൽ ചിലപ്പോൾ ആദ്യമായിട്ട് തന്നെ ചെല്ലുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാളായിരിക്കും. നമ്മൾ അത്തരത്തിലുള്ള ഒരു സാന്നിധ്യങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ വിശ്വസ്തത പൂർണ്ണമാകുന്നത്. അവിടെ അന്ധവിശ്വാസം മാറി നിന്ന് വിശ്വാസത്തിന്റെ പ്രായോഗിക വശം അവിടെ ഉയർന്നു വരുന്നത് ഈ സമയങ്ങളിലാണ്. അപ്പോൾ കുടുംബത്തില് മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ ആത്മാക്കളുടെ സാന്നിധ്യങ്ങളോ അല്ലെങ്കിൽ ബാധാ സാന്നിധ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അത്തരത്തിലുള്ള ദുരിതങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റിൽ ഇടാവുന്നതാണ്. അതുപോലെ എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ എൻ്റെ അറിവിന്റെ പരമാവധിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.